മാങ്ങാച്ചാറിൻ്റെ ഒരു ടേസ്റ്റ്, പുളിയുള്ള മാങ്ങാച്ചാറ്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ നൈറ്റ് ലോങ് ഡ്രൈവ് പ്ലസ് സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യാനും കൂടിയാട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് ഒമാനിലേക്കാട്ടോ. ഒറിജിനൽ ഒമാനൊന്നുമല്ല, എന്നാലും UAE-യിലുള്ള ഒമാനിലേക്ക്. അപ്പോൾ നമ്മുടെ പള്ളിയിലൊക്കെ കഴിഞ്ഞ് ഒരു ഗീ റോസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിൽ കാണാം ഒരു 10:45 ആയി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ. ഒരു 12 മണിയോട് കൂടെ എത്താമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. നമുക്ക് നോക്കാം എത്ര മണിക്ക് അവിടെ എത്തും എന്നുള്ളത്. നല്ല രസമായിരുന്നു കേട്ടോ. ലോങ് ഡ്രൈവ് ആയിരുന്നെങ്കിലും നല്ല രസമായിരുന്നു. ലോങ് ഡ്രൈവ് എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. അതും നൈറ്റ് പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കാറിൽ പോണേലും ഇഷ്ടം ബൈക്കിൽ പോണതാട്ടോ. എനിക്കിവിടെ ഇപ്പോൾ നമുക്ക് ബൈക്കിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് കാറിൽ പോകണു. ആദ്യം ഞങ്ങൾ രാത്രി പെട്ടെന്നായിരിക്കും ഇങ്ങനെ തീരുമാനമൊക്കെ എടുക്കണം കേട്ടോ, ആൻറ്റി ഡ്യൂട്ടി പോകാമെന്ന്. വേറെ എവിടേക്കും പോകാനല്ല. രാത്രി ചിലപ്പോൾ ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഹിൻഡോ പറയും നമുക്ക് ആൻറ്റി ഡ്യൂട്ടി പോയാലോ. അങ്ങനെ എന്നിട്ട് ഞങ്ങൾ അപ്പോൾ തന്നെ വണ്ടി എടുത്തിട്ട് പോവും. രസമാണ് കേട്ടോ അതൊക്കെ. ഹിൻഡോ മാത്രമല്ല, ജസ്റ്റിൻ ചേട്ടനും ഉണ്ട്. എൻ്റെ ചേട്ടന ജസ്റ്റിൻ ചേട്ടനും എന്നെ കൂടുതൽ കൊണ്ടുപോയേക്കണേന്ന് തോന്നുന്നു. ആൻറ്റി ഡ്യൂട്ടിയിൽ എവിടെ പോകണമെന്ന് പറഞ്ഞാലും ചേട്ടൻ റെഡി. അങ്ങനെയായിരുന്നു. ഒന്നില്ലെങ്കിൽ ഞങ്ങൾ 3 ആളും കൂടെ പോവും, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റിൻ ചേട്ടനോ അല്ലെങ്കിൽ ഞാൻ ഹിൻഡോ അങ്ങനെയൊക്കെ ആയിട്ട് പോവും. രസമാണ് കേട്ടോ അതൊക്കെ. ഇപ്പോൾ അതൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ മാരേജ് കഴിഞ്ഞ പിന്നെ എവിടെ പോകണമെന്ന് പറഞ്ഞാലും ഇച്ചായം കൊണ്ടുപോകും കേട്ടോ. നമുക്ക് അപ്പം തന്നെ പോകാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ സിറ്റുവേഷനൊക്കെ അങ്ങനെയാണല്ലോ. ജോലിയുണ്ട്, തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സമയം കിട്ടണ അനുസരിച്ചിട്ട് ആഗ്രഹിച്ച സ്ഥലത്തൊക്കെ ഇച്ചായം കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് നിറയെ സ്ട്രീറ്റ് ഫുഡുള്ള ഷോപ്സുകളാണ് കേട്ടോ കാണുന്നതൊക്കെ. ഒരുപാട് കടകളുണ്ട് കേട്ടോ ഇവിടെ. നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ ഓരോരുത്തർ കടയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കും, അവിടേക്ക് ചെല്ല് ഇവിടേക്ക് ചെല്ല് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടാ. നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോയാൽ മതി. നമ്മളെന്നാലും ഫസ്റ്റ് 2-3 കടകൾ സ്കിപ്പ് ചെയ്തിട്ടാണ് നമുക്ക് പാർക്കിംഗ് കിട്ടിയത്. അപ്പോൾ അവിടെ സ്ട്രെയിറ്റ് കണ്ട കടയിൽ തന്നെ നമ്മൾ കയറിയിട്ടോ ഫസ്റ്റ്. അപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്ന് ഇവിടം വരെ 1 മണിക്കൂറും 50 മിനിറ്റും ട്രാവൽ ചെയ്തു കേട്ടോ ഇവിടേക്ക്. പള്ളിയിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുബായ് പള്ളിയല്ല, ഷാർജ പള്ളിയിലാട്ടോ ഞങ്ങൾ പോയത്. ഷാർജ പള്ളിയിൽ നിന്ന് ഇവിടം വരെ. പിന്നെ ക്ലൈമറ്റ് ആണെങ്കിലും നല്ലതായിരുന്നു കേട്ടോ. അധികം തണുപ്പുമില്ല ചൂടും ഇല്ലാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ എൻ്റെ വ്ളോഗും ഇടയ്ക്ക് ചെറിയ ഷോർട്സിലൊക്കെ ഇച്ചായൻ്റെ വീഡിയോസ് കണ്ടിട്ട് കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ, ഇച്ചായൻ എന്താ ചിരിക്കാത്ത മനുഷ്യനാണോ, ഒന്ന് ചിരിച്ചൂടെ, നീ അത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കണതല്ലേ എന്നൊക്കെ. ഇച്ചായൻ ചിരിക്കാത്ത ആളൊന്നുമല്ല, ചിരിക്കണ ആളൊക്കെ തന്നെയാണ്.
പിന്നെ ഏത് നേരം ഒരു മനുഷ്യന് ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാണ്ടൊക്കെ ആയിരിക്കുള്ളൂ ഫോണും പിടിച്ചുകൊണ്ട് വീഡിയോ കൊണ്ട് ചെല്ലണത് കേട്ടോ. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ചിരിക്കണേലും അതല്ലേ ഒറിജിനലായിട്ട് ബിഹേവ് ചെയ്യണത്. അല്ലാതെ ഞാൻ വീഡിയോ എടുക്കണത് ഇഷ്ടക്കുറവോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഈ ചാനൽ ഫുൾ സപ്പോർട്ടാണ്. കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പോൾ ഒന്ന് എനിക്ക് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞു മാത്രം കേട്ടോ. അപ്പോൾ അതങ്ങനെ. പിന്നെ നമ്മളിവിടെ ഓർഡർ കൊടുത്തിട്ട് ഇവിടെ നമുക്ക് ഷോപ്പിൽ തന്നെ ടേബിളും ചെയറൊക്കെ ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം, അല്ലെങ്കിൽ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് ടെൻറ്റ് പോലെ കിട്ടിയിട്ടുണ്ടല്ലോ, അവിടെ വേണമെങ്കിൽ പോയി ഇരിക്കാം കേട്ടോ. നമ്മളിവിടെ ടെൻറ്റാണ് ചൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മളവിടെ പോയി ഇരുന്നു. പിന്നെ ഇത് ലൈവ് ഫുഡ് ആയതുകൊണ്ട് കുറച്ചധികം നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ പോകുന്നവർ അതൊക്കെ കണക്കാക്കിയിട്ട് വേണം പോകാനായിട്ട്. നമ്മൾ ഓരോ ഷോപ്പിൽ ചെന്നാലും നമ്മൾ ഓർഡർ കൊടുത്തിട്ട് അവർ കുക്ക് ചെയ്യണത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ ഐറ്റമാണ് ഇവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളിപ്പോൾ കബാബ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഐറ്റം വരുമ്പോൾ കാണിച്ചു തരാം. ഞാനിത് കുറച്ച് ദിവസം മുമ്പ് എടുത്തേക്കണ വീഡിയോ ആണ്, അതുകൊണ്ട് ഞാൻ മറന്നുപോയി. ഇന്നിപ്പോൾ ഇടാനേ പറ്റുള്ളൂ. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നില്ല എന്തൊക്കെ ഓർഡർ ചെയ്തു എന്നുള്ളത്. നമ്മൾ കാണിച്ചു തരാം കേട്ടോ. കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യണു. കുറച്ചധികം നേരം നമ്മൾ ക്ഷമയോടുകൂടെ വെയിറ്റ് ചെയ്താലാണ് കിട്ടുള്ളൂ തോന്നുന്നു. കുറച്ചധികം നേരം ഇരിക്കണം. ഇവിടെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ലാമ്പില് സൂപ്പർ കിട്ടും. സൂപ്പറാണോ? നല്ല ജ്യൂസ്. സൂപ്പറാണ്. ലാമ്പ് ട്രൈ ചെയ്യാമാണ്. ഇതിലെനിക്കാണ് ബാർബിക്യൂ സോസും मायोनेज़ इसमें क्या क्या डाला था भाई? मायोनेज़ है ना, ये मसाला होता है थोड़ा सा। हाँ मसाला है। अभी थोड़ा मैंने डाल दिया। हाँ अच्छा है ना, टेस्टी है। मैं नहीं खाया मैंने। अभी के तो देखो कह रहा है पुलिया से പുളിയാ? ട്രൈ ചെയ്യാൻ പോണം. ഒസ്റ്റർ
അത് ആ സോസിനൊരു മാങ്ങാച്ചാറിൻ്റെ ഒരു ടേസ്റ്റ്, പുളിയുള്ള മാങ്ങാച്ചാറ്. മയണൈസ് ഒക്കെ ചേർത്തിട്ടുണ്ടാവും. കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Bye. Tata.